സൂക്ഷിപ്പാൻ തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയ തോന്നി കൈക്കൊള്ളുമാറാകണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഫോർ ടുഡേയ്സ് റീഡിംഗ് ആൻഡ് മെഡിറ്റേഷൻ ദ സ്ക്രിപ്ചർ പോർഷൻ ഈസ് ടേക്കൺ ഫ്രം ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 1 വേഴ്സസ് കമൻസിങ് ഫ്രം 18 through 23. ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി സഭയായി നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക വിഷയം യോസഫിനോടുള്ള അറിയിപ്പ്. യോസഫ് ദൈവജനത്തിന് ശിഷ്യത്വത്തിൻ്റെ മാതൃക എന്നുള്ളതാകും. അനൗൺസിയേഷൻ ടു ജോസഫ്. ജോസഫ് ദി മോഡൽ ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ഫോർ ദ പീപ്പിൾ ഓഫ് ഗാഡ്. So in this meditation we are going to meditate what is Christian discipleship in the light of Joseph's life. As we are going to meditate about Joseph and his life, while meditating his life we are going to search what is Christian discipleship. ക്രിസ്തീയ ശിഷ്യത്വത്തിന് വേണ്ട ചില ഗുണങ്ങൾ, യോസഫിൽ വിളങ്ങിക്കണ്ട ചില ഗുണങ്ങളിലൂടെ നമ്മൾ ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. 4 ചിന്തകളാണ് ഇന്നത്തെ ഈ ലഘുധ്യാനത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ക്രിസ്തീയ ശിഷ്യത്വം ആരംഭിക്കുന്നത് അനുസരണത്തിലാണ്. ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് ബിഗിൻസ് വിത്ത് ഒബീഡിയൻസ്. അനുസരണത്തിലാണ് ക്രിസ്തീയ ശിഷ്യത്വം ആരംഭിക്കുന്നത്. യഹൂദ വിവാഹത്തിന് പ്രധാനമായും 3 സ്റ്റേജുകളാണുള്ളത്. 1-ാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവരുടെ പേരൻസ് അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുന്നു. their parents are making certain decisions about their marriage, about their children's marriage. അതിൻ്റെ 2-ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അവർ വളർന്ന് പൂർത്തിയായി കഴിയുമ്പോൾ when they matured they are met together and making a decision by their own. അവർ തന്നെ വളർന്ന് പൂർത്തിയായി കഴിയുമ്പോൾ അവർ ഒരു പ്രത്യേക തീരുമാനമെടുക്കുകയാണ്. that is also known as engagement, വിവാഹ നിശ്ചയം എന്ന് പറയും. after that marriage engagement, after 1 year their marriage will be happened. വിവാഹ നിശ്ചയത്തിന് ശേഷം 1 വർഷം കഴിയുമ്പോൾ അവരുടെ വിവാഹം നടക്കുന്നതാണ്. അപ്പോൾ യോസഫും മേരിയും തമ്മിലുള്ള 2-ാമത്തെ ഘട്ടം, അതായത് വിവാഹ നിശ്ചയം പൂർത്തിയായി. ഇനി 1 വർഷം കഴിയുമ്പോൾ അവരുടെ വിവാഹം നടക്കേണ്ടതാണ്. എന്നാൽ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത്. ആഫ്റ്റർ 1 year they will have marriage and Joseph he obeys God's command through angel despite the challenges and societal pressures. തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന്, പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകുമെന്ന് ദൈവദൂതനിൽ കൂടി അരുളപ്പാട് ലഭിക്കുമ്പോൾ സമൂഹത്തിൽ ഉണ്ടാകാവുന്ന പ്രഷറിനെ കുറിച്ചോ വെല്ലുവിളികളെക്കുറിച്ചോ ഉണ്ടാകാവുന്ന ഘോരമായ അനുഭവത്തെക്കുറിച്ചോ ജോസഫ് ചിന്തിക്കാതെ അവൻ ദൈവത്തെ അനുസരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഹിസ് വില്ലിങ്നെസ് ടു അക്സെപ്റ്റ് മേരി ഷോസ് ഹിസ് ട്രസ്റ്റ് ഇൻ ഗോഡ്. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണികളിൽ നാം പങ്കുകാരാകുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൽ നാം ആശ്രയിക്കുന്നു, ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്ന് നാം നമ്മെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, നാം ദൈവഹിതത്തിന്, ദൈവത്തിൻ്റെ വാക്കുകൾക്ക്, ദൈവവചനത്തിന് കീഴ്പ്പെടുന്നവരായിട്ട് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്.
മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ജോസഫ് ഇമ്മീഡിയറ്റ്ലി ഡസ് ആസ് ദ ഏഞ്ചൽ കമാൻഡ്സ് വിത്തൗട്ട് ഹെസിറ്റേഷൻ. സോ ട്രൂ ഡിസൈപ്പിൾഷിപ്പ് റിക്വയർസ് us to listen and act upon God's word, even when it disrupts our plans or invite criticism. There may be problems may be happened in our life, but even the criticism will be happened. Are we ready to obey God's commands? ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ നേരിടാം. ഒരുപക്ഷെ ദൈവത്തിൻ്റെ പിന്നാലെ പോയാൽ, ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ. ലോകം ചിലപ്പോൾ അതൊന്നും നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചു എന്ന് വരികയില്ല. വളരെ ബുദ്ധിമുട്ടാണ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുക എന്നുള്ളത്. മറ്റുള്ളവർ ഒരു പക്ഷേ പരിഹസിച്ചു എന്ന് വരും, മറ്റുള്ളവരൊരു പക്ഷേ അംഗീകരിച്ചു എന്ന് വരികയില്ല, മറ്റുള്ളവർ ഒരുപക്ഷെ നമ്മളെ ഒറ്റപ്പെടുത്തി എന്ന് വരും, മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് നമ്മൾ ഒരുപക്ഷെ വശംവദരായി എന്ന് വരാം. എന്നാൽ അതിനെയൊക്കെ അതിജീവിപ്പാൻ ദൈവകൃപയും ധാരാളമായിട്ട് ദൈവം ചൊരിഞ്ഞു തരുമെന്ന് നാം സംശയിക്കാൻ പാടില്ല. ദൈവതമ്പുരാൻ ധാരാളമായിട്ട് കൃപയും നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തരുമെന്നതിന് യാതൊരു സംശയം ഇല്ല. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ നോവയും ഏബ്രഹാമും ഈ കാനായിലെ അവിടുത്തെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശുശ്രൂഷക്കാരും അതുപോലെ ശിഷ്യന്മാരും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും പിടിക്കാനാവാതെ നിരാശരായി പടകുമായിട്ട് മടങ്ങി വരേണ്ടി വന്നപ്പോൾ യേശുവിൻ്റെ വാക്ക് കേട്ട് അവരും അനുസരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ നന്മകൾ, അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇവിടെ ഈ വെല്ലുവിളികളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ മധ്യത്തിൽ യോസഫ് ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തെ അനുസരിച്ചു. സോ ട്രൂ ഡിസൈപ്പിൾഷിപ്പ് ഓൾവേസ് റിക്വയർസ് us to listen and act upon God's word, even when it disrupts our plans or invites challenges or criticism. രണ്ടാമതായി എനിക്ക് ഈ ഭാഗത്ത് നിങ്ങളെ ഓർപ്പിക്കാനുള്ള ഒരു ചിന്ത, നമ്മുടെ ആലോചനകളെക്കാൾ ദൈവത്തിൻ്റെ പദ്ധതികളെ ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ശിഷ്യത്വം. The true discipleship is to embrace God's plan beyond our understanding. നമുക്ക് ചില ബോധ്യങ്ങളുണ്ട്, നമുക്ക് ചില വിചാരങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ പ്ലാനുകളെക്കാൾ, നമ്മുടെ പദ്ധതികളെക്കാൾ ദൈവത്തിൻ്റെ ആലോചനകളെയും ദൈവത്തിൻ്റെ പ്ലാനുകളെയും അംഗീകരിക്കുന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം എന്ന് ഈ ഭാഗം നമ്മളെ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, ജോസഫ്സ് ഇനിഷ്യൽ കൺഫ്യൂഷൻ ആൻഡ് ഫിയർ were met with God's reassurance. He embraced a divine plan beyond human logic. നമുക്കറിയാം, ആദ്യം അവന് വലിയ കൺഫ്യൂഷനായിരുന്നു. കാരണം ലോകരുടെ മുമ്പിൽ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി നിന്ദിതയാവും, താൻ പരിഹാസിതനാവും, ആൾക്കാരെന്തു പറയും, ഒരുതരം ഭയമായിരുന്നു, കൺഫ്യൂഷനായിരുന്നു ജോസഫിന്. എന്നാൽ ദൈവം അവനെ തൻ്റെ പദ്ധതി അറിയിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ രക്ഷകനായി ജനങ്ങളെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, അവരുടെ പാപങ്ങളിൽ നിന്ന് അവർക്ക് വിടുതൽ കൊടുക്കുവാനായി അവതരിക്കുവാൻ പോകുന്ന രക്ഷകനാണ് നിന്നിലൂടെ സാധ്യമാവേണ്ടത് എന്നുള്ള ഒരു അഷ്വറൻസ് ദൈവം കൊടുക്കുമ്പോൾ യോസഫ് തൻ്റെ പദ്ധതി ഉപേക്ഷിക്കുകയും ദൈവ പദ്ധതിയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മാനുഷികമായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് ഭയമാണ്. മാനുഷികമായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്, ഹ്യൂമൻ ജസ്റ്റിസ് എന്ന് പറയുന്നത് മേരിയെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഹ്യൂമൻ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, ഈ ചലഞ്ചസിൻ്റെ അനുഭവത്തിൽ നിന്ന്, ഈ വേദനയുടെ അനുഭവത്തിൽ നിന്ന്, ഈ പരിഹാസത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഓടി ഒളിക്കുക എന്നുള്ളതാണ്. എന്നാൽ ദൈവിക പദ്ധതി എന്ന് പറയുന്നത് അതിൽ ആകുക എന്നുള്ളതാണ് ദൈവിക പദ്ധതി. അതുകൊണ്ട് ദൈവം ജോസഫിനെ ദൈവിക പദ്ധതിയിൽ പങ്കുകാരാവാനായിട്ട് ക്ഷണിക്കുകയാണ്. സോ ഏഞ്ചൽസ് മെസ്സേജ് റിമൈൻസ് ജോസഫ് ടു ട്രസ്റ്റ് ഗോഡ്സ് ഗ്രേറ്റർ പർപ്പസ്. സോ ഡിയർലി ബിലവഡ്, discipleship is always calling
us to trust in God's plan even when it challenges our understanding or our expectations. We may plan certain things and we are arranging or we are making certain decisions for our better future. But sometimes we have to obey the Lord's commands. നമ്മുടെ പദ്ധതികളെക്കാൾ ദൈവത്തിൻ്റെ ആലോചനകളെയും ദൈവത്തിൻ്റെ പദ്ധതികളെയും നമ്മൾ പുണരുന്നവരായിട്ട് ജീവിക്കണം. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുന്ന ഒരു ചൊല്ല്, മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ്. എത്രയൊക്കെ നാം നമ്മളെക്കുറിച്ച് പ്ലാൻ ചെയ്താലും ഒരു ദൈവിക പദ്ധതി നമ്മെക്കുറിച്ചുണ്ട്. ആ ദൈവിക പദ്ധതിക്ക് കീഴ്പ്പെടുന്നവരായി നാം ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സോ ആർ വി സറണ്ടറിങ് ബിഫോർ the Lord God Almighty's plan and purpose? Are we ready to obey His commands? നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം. ജോസഫ് കൺഫ്യൂഷൻ ഉള്ളപ്പോഴും പ്രയാസങ്ങളുള്ളപ്പോഴും അവൻ ദൈവത്തിൻ്റെ ആലോചനയെ പുണരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. 3, ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത് നിശബ്ദമായ വിശ്വസ്തതയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ് ക്രിസ്തീയ ശിഷ്യത്വം. ഡിസൈപ്പിൾഷിപ്പ് ഇൻ സൈലന്റ് ഫെയ്ത്ത്ഫുൾനെസ്. നിശബ്ദമായ ഒരു വിശ്വസ്തതയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ് യഥാർത്ഥ ക്രിസ്തീയ ശിഷ്യത്വം. നമ്മൾ ഈ ബൈബിളൊക്കെ പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും ജോസഫ് സംസാരിക്കുന്നതായിട്ടൊന്നും നമ്മൾ കേൾക്കുന്നില്ല, കാണുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല. വലിയ സംസാരമൊന്നുമില്ലാതെ സൈലൻ്റായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ജോസഫിനെ ഈ സുവിശേഷ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. അവൻ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടോ വലുതായി സംസാരിക്കുന്ന ഡയലോഗുകളോ ഒന്നും നമുക്ക് കേൾക്കുന്നില്ല. എന്നാൽ അവൻ്റെ വിശ്വസ്തത നാം ധ്യാനിക്കുന്ന ഒരു കാലയളവാണ് ഈ ക്രിസ്മസിൻ്റെ കാലയളവ്. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങളെ, തൻ്റെ ജീവിതത്തിൻ്റെ താല്പര്യങ്ങളെ, തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് ആ വെല്ലുവിളികളെ ഏറ്റെടുക്കുവാൻ തയ്യാറായ ജോസഫിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, വലിയ ബഹളങ്ങൾ ഒന്നും വെക്കുന്നതിലല്ല, വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് കൊട്ടിഘോഷിക്കുന്നതിലൂടെയല്ല, എന്നാൽ നിശബ്ദമായ വിശ്വസ്തതയിലൂടെ we can be the faithful disciples of our Lord Jesus Christ. In our family, our parents are doing so many things for their children, but they are not publishing all those things in notice or any other through any other media, but they are silently doing certain things for the well-being of their children. And I am saying that all those activities have their own, its own importance and its own relevance in their family. അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു, അപ്പന്മാർ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, അധ്വാനിക്കുന്നു, കുടുംബമായിട്ട് അധ്വാനിക്കുന്നു, കുഞ്ഞുങ്ങളെ വളർത്തുന്നു, കുടുംബ പ്രാർത്ഥന നടത്തുന്നു, പള്ളിയിൽ ആരാധനയിൽ പങ്കെടുക്കുന്നു, സാക്ഷ്യത്തോടെ ജീവിക്കുന്നു, ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നു, കണ്ണുനീരൊപ്പുന്നു, ആവശ്യങ്ങളിൽ ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ആരും അറിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ they are the true disciples and they are part and parcel of the kingdom of God എന്നുള്ളത് ഞാൻ നിങ്ങൾ മറന്നു പോകാനായിട്ട് പാടില്ല. ജോസഫിനെ നോക്കുമ്പോൾ വളരെ നിശബ്ദനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? തൻ്റെ വിശ്വസ്തതയിലൂടെ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കുകാരനാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഡിസൈപ്പിൾഷിപ്പ് ഈസ് ഓഫ്റ്റൺ അബൌട്ട് quiet obedience and unwavering commitment even without recognition or fanfare. നമ്മുടെ യുവാക്കളെല്ലാം, യൂത്ത് എല്ലാവരും, they are going behind fanfare and also recognition. Am I correct? In these days we all would like to be stars, but the God is inviting us to follow His footsteps while holding our faithfulness to Him. അവനുമായിട്ടുള്ള വിശ്വസ്തത മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ പാതയടികളെ പിൻപറ്റുവാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഈ പള്ളി വന്ന് ആരാധിച്ചു മടങ്ങിപ്പോകുന്ന ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, ചിലപ്പോൾ വലിയ ബഹളങ്ങളില്ല, അല്ലെങ്കിൽ ഒന്നും അറിയുന്നില്ല. പക്ഷേ ജീവിതത്തിൽ നമ്മുടെ ഓരോ നീക്കങ്ങളും
അത് വിശ്വസ്തയോടുകൂടെയാണെങ്കിൽ അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് നമ്മൾ മറന്നു പോകല്ല. ഡിസൈപ്പിൾഷിപ്പ് ഇൻ സൈലൻറ്റ് ഫെയ്ത്ത്ഫുൾനെസ്. നാലാമതായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ധ്യാനം അവസാനിപ്പിക്കും. ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തെ പ്രതിഫലിപ്പിക്കേണ്ടതാണ് ശിഷ്യത്വം. ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് തൻ്റെ ഗുരുവിൽ നിന്ന് പഠിച്ചു കേട്ട കാര്യങ്ങൾ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുരുവായ യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഡിസൈപ്പിൾഷിപ്പ് ദ കോൾ ടു റിഫ്ലക്റ്റ് ഇമ്മാനുവേൽ. ദൈവം ഈ ലോകത്തിലേക്ക് വരാൻ കാരണഭൂതനായി തീർന്നത്, അല്ലെ ഒരു ചാനലായി തീർന്നത് ജോസഫ് കൂടിയുണ്ട് ആ രക്ഷാകരമായ പദ്ധതിയിൽ. ജോസഫ് കൂടെ പങ്കുകാരനാകുകയാണ്. യേശു കർത്താവിൻ്റെ എർത്ത്ലി ഫാദറായി, ഭൂമിയിലെ പിതാവായി, മറിയയ്ക്ക് വരുന്ന സങ്കടങ്ങളിൽ, മറിയയ്ക്ക് വരുന്ന ഒറ്റപ്പെടലുകളിൽ, മറിയയ്ക്ക് വരുന്ന വേദനകളിൽ, അവിടെ നിന്ന് ഒളിച്ചോടേണ്ടി വരുമ്പോൾ ആ പലായനത്തിൽ ജീവിതത്തിൽ കരുത്ത് പകരുവാൻ, ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുവാൻ, ആ കുഞ്ഞിന് നന്മ പകർന്നു കൊടുക്കുവാൻ ഒരു എർത്ത്ലി ഫാദറായി ജോസഫ് തന്നെ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്തീയ ശിഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. വി വാണ്ടഡ് ടു ബിക്കം ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ഗോഡ്സ് ഹാൻഡ് ടു ദ ഫുൾഫിൽമെന്റ് ഓഫ് ഹിസ് വിൽ. അവൻ്റെ കയ്യിലെ ഒരു ഇണങ്ങിയ ആയുധമായിട്ട് മാറി അവൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നാം നമ്മളെക്കുറിച്ച് സമർപ്പിക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജോസഫ് ദൈവത്തിൻ്റെ കരത്തിലെ ഒരു ഉപകരണമായിട്ട് മാറുകയാണ്. അവനിലൂടെ ദൈവം എന്ത് ചെയ്യുന്നു? രക്ഷാകരമായ പദ്ധതി മെനഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ത്രൂ ജോസഫ് ദ പ്രൊഫസി ഓഫ് ഇമ്മാനുവേൽ, ഗോഡ് ഈസ് വിത്ത് അസ്. ദൈവം നമ്മോടുകൂടെ. എന്തിനാണ് ദൈവം വന്നത്? ടു ഡെലിവർ ദ പീപ്പിൾ ഫ്രം ദെയർ സിൻ, ഫ്രം ദെയർ ബോണ്ടേജ്, ഫ്രം ദ ഡാർക്ക്നെസ്. അതിൽ നിന്ന് രക്ഷിക്കാനാണ് ദൈവം ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ മനുഷ്യനോടൊപ്പം കൂടാരമടിച്ച് പാർക്കുവാനായി ദൈവം വന്നപ്പോൾ ആ ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ ഈ മനുഷ്യൻ പങ്കുകാരനാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. God still, He is continuing His mission in this world. Are we able to submit ourselves into His hands and to be the channel of His salvation? നമ്മൾ റെഡിയാണോ നമ്മുടെ ജീവിതത്തെ അവൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കാൻ? ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേൽ, ഗോഡ് ഈസ് വിത്ത് അസ്, ഗോഡ് ഈസ് വിത്ത് അസ് എന്ന് നമ്മൾ എല്ലാ ക്രിസ്മസിലും പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തോട് കൂടെയാണോ എന്ന് ശാന്തമായിട്ട് ഒന്ന് ചിന്തിക്കണം. യഥാർത്ഥ ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത് ദൈവത്തിന് ഇന്ന് പ്രവർത്തിക്കാനായിട്ട് എൻ്റെ കരങ്ങൾ ആവശ്യമാണ്. ഗോഡ്, ഡു യു വാണ്ട് മൈ ഹാൻഡ്സ്? ടേക്ക് മൈ ഹാൻഡ്സ് ആൻഡ് യൂസ് മൈ ഹാൻഡ്സ്. ഗോഡ്, ഡു യു വാണ്ട് മൈ ഇൻ്റലിജൻസ് ഓർ മൈ വിസ്ഡം ഓർ മൈ നോളജ് ഓർ മൈ ഹാർട്ട്? ഗോഡ്, ഡു യു വാണ്ട് മൈ ലെഗ്സ് ടു റോം ആൻഡ് സീ അതർ പീപ്പിൾ? God, do you want my capabilities and potentialities? God, do you want my education? God, do you want my family? Use our family for the expansion of your kingdom. ദൈവം എപ്പോഴും ചോദിക്കുകയാണ്. ദൈവത്തിന് കരം ആവശ്യമാണ്. നമ്മുടെ കരങ്ങൾ കൊടുക്കാൻ നാം തയ്യാറാണോ? ദൈവത്തിന് കണ്ണുകൾ ആവശ്യമാണ്. He wants some eyes to see this world, to see others. നമ്മുടെ കണ്ണിൽ കൂടെ കാണാൻ നമ്മൾ കൊടുക്കുമോ? നമ്മുടെ ഹൃദയം മറ്റുള്ളവരെ സ്നേഹിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. നാം അവന് കൊടുക്കുമോ? അങ്ങനെ നമുക്ക് ഈ രക്ഷാകരമായ ശുശ്രൂഷയിൽ ഇന്നും പങ്കുകാരനാവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുന്നത്, ട്രൂ ഡിസൈപ്പിൾഷിപ്പ് ഈസ് ദ കോൾ ടു റിഫ്ലക്റ്റ് ഇമ്മാനുവേൽ. എൻ്റെ ജീവിതം, എൻ്റെ ദൈവമേ, നിന്നെ റിഫ്ലക്റ്റ് ചെയ്യുവാൻ, എന്നെ കാണുന്നവർ യേശു കർത്താവിനെ കാണുവാൻ, ഞാനുമായിട്ട് ഇടപെടുന്നവർ യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ. ലോർഡ്, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് മൈ വൾണറബിലിറ്റീസ്, in the midst of my limitations, help me to reflect your love in my family as well as in my surroundings. ഞാൻ ഇന്ന് ജോസഫിൻ്റെ ജീവിതത്തിലൂടെ
ക്രിസ്തീയ ശിഷ്യത്വം എന്താണെന്നാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പങ്കുവച്ചത്. 4 ചിന്തകളാണ് പങ്കുവച്ചത്. ഒന്ന്, ഡിസൈപ്പിൾഷിപ്പ് ബിഗിൻസ് വിത്ത് ഒബീഡിയൻസ്. അനുസരണത്തിലാണ് ഡിസൈപ്പിൾഷിപ്പ് ആരംഭിക്കുന്നത്. 2, ഡിസൈപ്പിൾഷിപ്പ് എംബറൈസ് ഗോഡ്സ് പ്ലാൻ ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ ചിന്തകൾക്കപ്പുറമായി ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് നാം പെടുന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം. ദ ട്രൂ ഡിസൈപ്പിൾഷിപ്പ് ഇൻ സൈലൻറ്റ് ഫെയ്ത്ത്ഫുൾനെസ്. നിശബ്ദമായ വിശ്വസ്തതയിലൂടെയാണ് യഥാർത്ഥ ശിഷ്യത്വം. 4, ഡിസൈപ്പിൾഷിപ്പ് ഇറ്റ് ഈസ് എ കോൾ ടു റിഫ്ലക്റ്റ് ഇമ്മാനുവേൽ. ദൈവത്തെ പ്രതിഫലിപ്പിക്കുവാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. പ്രാർത്ഥിക്കാം. ഇപ്പോൾ മിസ്റ്റർ ജോസഫ് ചാക്കോ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. സമയം ദൈവമേ, പിതാവേ, ഞങ്ങൾക്ക് ഈ ആലയത്തിൽ വന്ന്